വെൽക്കം ബാക്ക്. കെ ടി ഖാദറാണ്. ഞാനിപ്പോൾ സൗദി റിയാദിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ബത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബത്തയിലുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. അത് കുറച്ച് ബത്തയിലുള്ള പഴയ കെട്ടിടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ കുറേ വഴികളായിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബത്തയിലെ നല്ല നല്ല കാഴ്ചകളാണ്. അപ്പോൾ ബത്തയിലേക്ക് ഞാൻ പോകുന്നത് ബസ്സിലാണ്. ഇവിടുത്തെ സാപ്കോ എന്ന് പറഞ്ഞ ബസ്സുണ്ട്. ആ ബസ്സിലാണ് പോകുന്നത്. പക്ഷേ ബസ് പോയിന്റിലേക്ക് എത്താൻ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ ഇവിടുത്തെ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബസ്സിൽ അവിടെ സ്റ്റാർട്ട് പോയിലേക്ക് എന്നെ കൊണ്ടുവിടുന്നതിൻ്റെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ പേര് ഷാജഹാൻ വെള്ളിക്കുളങ്ങര, തൃശ്ശൂർ. അപ്പോൾ മൂപ്പരൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മൂപ്പര തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന അവിടെ. അപ്പോൾ ഇൻഷാ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് നോർത്തേൺ റിംഗ് റോഡാണ്. റിയാദിൽ മൊത്തത്തിലൊരു റിംഗ് റോഡാണ്. അതായത് നോർത്തേൺ റിംഗ് റോഡ്, സൗത്തേൺ റിംഗ് റോഡ്, ഈസ്റ്റേൺ റിംഗ് റോഡ്, വെസ്റ്റേൺ റിംഗ് റോഡ്. അങ്ങനെ ഈ മൊത്തം റിയാദിനെ ഒരു വളയം വെച്ചിട്ട് ഉള്ളത് പോലെയുള്ളതാണ് ഈ റോഡുള്ളത്. റിയാദിന് ചുറ്റളവിലുള്ള റോഡാണിത്. ഓരോ എക്സിറ്റുകളാണ് ഈ റോഡുള്ളത്. 1 മുതൽ 36 എക്സിറ്റുകളാണ് മൊത്തത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന റോഡ് എക്സിറ്റ് 7 അത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ആ റോഡ് അറിയപ്പെടുന്നത്. ഇത് വലത്തുഭാഗത്ത് കാണുന്ന എക്സിറ്റ് 6 ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എക്സിറ്റ് 5ലേക്കാണ്. എക്സിറ്റ് 5ലാണ് നമുക്ക് മുറൂജിൽ പോകാനുള്ള വഴിയുള്ളത്. മുറൂജ് എക്സിറ്റ് 5ൽ കയറിയിട്ടാണ് മുറൂജിലേക്ക് പോകേണ്ടത്. നമ്മൾ ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അവിടെയാണ് ബത്തയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ എക്സിറ്റ് 5 അറിയപ്പെടുന്നത് കിങ് അബ്ദുൽ അസീസ് എന്ന അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ മുമ്പത്തെ രാജാവായിരുന്ന കിങ് അബ്ദുൽ അസീസ് എന്നവരുടെ പേരിലാണ് എക്സിറ്റ് 5ലെ റോഡ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വലത്തുഭാഗത്ത് കാണുന്നത് കാരിഫോറാണ്, തലാമോൾ. അതായത് തലാമോളാണ് ആ മോളിലാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ എക്സിറ്റ് 5ലേക്ക് ഇറങ്ങി. ഈ റോഡിൻ്റെ പേരാണ് കിങ് അബ്ദുൽ അസീസ് റോഡ്. അതായത് മുമ്പത്തെ രാജാവായിരുന്ന കിങ് അബ്ദുള്ള എന്നവരുടെ പിതാവാണ് കിങ് അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് എന്നവരുടെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ കിങ് അബ്ദുൽ അസീസ് റോഡിലാണുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്ന റെഡ് ട്രാക്ക് ഉണ്ടല്ലോ, അത് ബസ് പോകാനുള്ള ട്രാക്കാണ്. മെട്രോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബസ് ഇറങ്ങുന്നുണ്ട്. ആ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സിന് പോകാനുള്ള ട്രാക്കാണ് അത്. ഇതിൽ മറ്റ് വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. ബസ് ഏകദേശം ഓപ്പണാകുന്നത് സെപ്റ്റംബറിലാണ് എന്നാണ് വാർത്തയിൽ അറിഞ്ഞത്. സെപ്റ്റംബറിൽ മെട്രോ ട്രെയിനും അതേപോലെ ഇത് ബസ്സും ഓപ്പൺ ആവുമെന്നാണ് പറയുന്നുള്ളത്.
ഇതാണ് ഇവിടുത്തെ സാപ്കോ ബസ്. ഇത് കാർഡാണ്. അസ്സലാമു അലൈക്കും. ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് ആയത്. ഇവിടുന്ന് അത്ര ആളും ഉണ്ടാവില്ല. പിന്നെ വഴിയിൽ എവിടെ നിന്ന് കയറിയെങ്കിലായി. പിന്നെ വല്ല ഓരോ സീറ്റിലും ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ഇതുപോലത്തെ ഉള്ള ടാഗ് ഇട്ടിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് കോവിഡ് ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. പുറത്തല്ല വെയിലാണ്. വരുന്നുണ്ട്. അങ്ങനെ ബസ് വിടാണ്ട് പോകുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ ഭയങ്കര കാണിച്ചത്. അങ്ങനെ ബത്ത ലുലുവിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇറങ്ങി. അതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഇറങ്ങിയില്ല. അത് ബസ് ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പുള്ളത്. അവിടെയാണ് മെയിൻ മാർക്കറ്റ് ബത്തയുടെ. ഇത് അടുത്ത സ്റ്റോപ്പ്, അതായത് ബ്രിഡ്ജ് കഴിഞ്ഞ് ഉടനെയുള്ള സ്റ്റോപ്പാണ്. ലുലുവിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പാണ് ഇവിടെ. അങ്ങനെ ലുലുവിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ ലുലുവിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇപ്പോൾ ലുലുവിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തവക്കലിനെ കാണിക്കണം. തവക്കൽ എന്ന ആപ്പ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആപ്പ് നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ട് അത് പിന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് അവിടെ കാണിച്ച് ലുലുവിൻ്റെ അകത്തേക്ക് ഞാൻ കയറി.
ബത്തേൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ്. ഇത് വാച്ചിൻ്റെ ഷോപ്പാണ്. നല്ല ചെറിയ റേറ്റ്, നല്ല 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 വാച്ചുകളുണ്ട്. ഫുൾ ഫാൻസി ഐറ്റംസാണ്. എല്ലാം ചൈനയാണ് തോന്നുന്നത്, എല്ലാം ചൈനയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വലിയൊരു ഷോപ്പാണ് ഇത്. നമ്മളെ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. अस्सलाम वालेकुम भाई. सलाम. कैसे है भाई? क्या हाल है? ठीक हो? अल्हम्दुलिल्लाह ठीक. आप कैसे हैं? आपका नाम? नेमतुल्लाह. हाँ, नेमतुल्लाह. नेमतुल्लाह, माशाल्लाह. आप पाकिस्तान का ना? जी. अच्छा, आपका नाम? ताहिर. हाँ, मोहम्मद ताहिर. मोहम्मद ताहिर. अच्छा, और कैसे अभी धंधा कैसे चलता है अभी? अल्हम्दुलिल्लाह, अल्लाह का करम है. इधर ये होलसेल का दुकान है हमारा. अच्छा अच्छा, पाकिस्तानी, बंगाली, इंडियन, सब लोग आते हैं. इधर जितना भी कंट्री के लोग हैं सऊदी अरब में इस दुकान में अलग टूल आ रहे हैं, क्योंकि सबको फ़ायदा है. हम भी इधर ही दुकान हमारा नहीं है, हम भी इधर तनहा पर है, हमें भी सैलरी दे रहा है, लेकिन हमारा ये दुकान है, इसमें सब जो इधर मजदूर है उनको फ़ायदा है. गली रहना है, सबको मोस्ट वेलकम. ഓക്കെ ഓക്കെ ഓക്കെ. देखो अभी ഇതിപ്പോൾ പിന്നെ മുപ്പര് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇവിടെ വെൽക്കാം. കാരണം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും പിന്നെ ബംഗാളികളും എല്ലാം ഈ ഷോപ്പിൽ വരുന്നുണ്ട്. ചെറിയ റേറ്റാണ് നമുക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇവിടത്തേക്ക് മോസ്റ്റ് വെൽക്കം എന്ന് മുപ്പര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് ആയി കൊടുക്കും. കാരണം ഹോൾസെയിൽ റേറ്റായിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. കാരണം ഈ പിന്നെ റിയാദിലുള്ള ആൾക്കാർക്ക് ബത്തയിൽ വന്നാൽ ഈ കടയിൽ കയറാം. ഈ കടയിൻ്റെ മെയിൻ, അതായത് ബത്ത ബ്രിഡ്ജ് കഴിഞ്ഞാൽ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു കടയാണിത്. ഇത് നല്ല ഡിസ്കൗണ്ട്, നല്ല സാധനങ്ങൾ ലഭിക്കും. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ബത്തിൽ വരികയാണെങ്കിൽ ഈ ഷോപ്പ് സന്ദർശിക്കുക. നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ ചെറിയ ഡിസ്കൗണ്ട് കിട്ടും, ചെറിയ പൈസയിൽ കിട്ടും. ഓക്കെ. ഇത് നെസ്റ്റോൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ്. ബത്ത നെസ്റ്റോൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാകിസ്ഥാനി ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകിച്ച് രാവിലെ നാസ്റ്റൊക്കെ ഉണ്ടല്ലോ. നാസ്റ്റൊക്കെ ചെറിയ തുച്ഛമായ പൈസയുള്ളൂ. അതായത് 2 റിയാലിന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക. 2 റിയാലിന് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പിന്നെ ആലു പൊറോട്ട ആണെങ്കിൽ ആലു പൊറോട്ട, പിന്നെ ഇതുപോലെ കീമ റൊട്ടി ആണെങ്കിൽ കീമ റൊട്ടി, എല്ലാം 2 റിയാലേ ഉള്ളൂ. വളരെ തുച്ഛമാണ്. കാരണം പിന്നെ പ്രവാസികൾക്ക് ഏറ്റവും നല്ല ഈ ബത്തിലുള്ളവർക്ക് ഏറ്റവും നല്ല പിന്നെ സൗകര്യം തന്നെ ബത്തിലുള്ളവർക്ക്. അതുകൂടാതെ തുച്ഛമായ പൈസയാണുള്ളൂ, വെറും 2 റിയാലാണുള്ളൂ. അപ്പോൾ ആയിരിക്കും ഇങ്ങോട്ട് വരാമെങ്കിൽ തൊട്ടടുത്തുള്ള പാകിസ്ഥാനി ഹോട്ടലാണ്. ബത്തേന്ന് നെക്സ്റ്റ് ഒന്ന് അറിയിക്കഴിഞ്ഞാൽ വലുതുഭാഗത്തുള്ള. अस्सलाम चाचा. जी अस्सलाम वालेकुम. चाचा आपका नाम क्या है? मुन्ना खान. हाँ, मुन्ना खान. मुल्ला खान. मुन्ना खान. मुन्ना खान, माशाल्लाह. आपका किधर का है? हम यूपी का उन्नाव का. यूपी. अच्छा, यूपी का है, माशाल्लाह. പാകിസ്ഥാനില്ല കേട്ടോ, ഇന്ത്യക്കാരൻ തന്നെയാണ്. हाँ, अच्छा, सुबह नाश्ते में क्या क्या होता है इधर? चपाती होती है, आलू पराठा होता है, कीमा होता है, सब्जी होता है, और उसके बाद चिकन, मटन, पाया, बीफ, मगस, बिरयानी. अच्छा, ये सब होता है. नाश्ता मतलब 2 रियाल का नाश्ता. 2 रियाल का चपाती सब्जी, 2 रियाल का कीमा चपाती, 2 रियाल का आलू पराठा, 2 रियाल का चाय, 1 रियाल का. ओके ओके ओके. वो सस्ता है माशाल्लाह. सही है. 6, 4, 10. ओके, इंशाल्लाह चाचा आता हूँ. ओके. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 2 റിയാലിന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇത് ബത്തക്കകത്തുള്ള ഒരു അത്തർ കടയാണ്. ഇത് ഷൂസ് മീൻത ഫഹദ് സാദ്. ഇവിടെ അതായത് നെക്സ്റ്റോന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇപ്പുറത്ത് പിന്നെ ഒരു വലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഗല്ലി കയറി ഉടനെയുള്ള ഷോപ്പാണ്. ഇവിടെ നമ്മളെ ഷാദ് ഭായ് യമനിയാണ്. നല്ല ചെറിയ റേറ്റിന് തരും, നല്ല കാര്യം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വാങ്ങി. ഇതിപ്പോൾ മുഖലൊക്കെ ഉതെന്ന് പറഞ്ഞാൽ അത്ര നല്ല നല്ല വിലയുണ്ട്. അസ്ലിയാണത്. അത് പിന്നെ മുപ്പര് ഇതിപ്പോൾ പറഞ്ഞത് ഈ ഇതിൽ 100 ഗ്രാമിന് 100 റിയാലാണ് പറഞ്ഞത്. ലാസ്റ്റ് ഇപ്പോൾ 60 റിയാലിന് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഡിസ്കൗണ്ട് ആക്കി തരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. മൂപ്പര് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻഷാല്ലാ. ഓക്കെ. അസ്ലി അല്ല, അസ്ലിക്ക് നല്ല വില ഉണ്ടല്ലോ, ഇത് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ബത്തയിലെ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് ഇവിടെ തിരിച്ചു പോവാണ്. ബസ് ബത്തേന്ന് പോണ ബസ്സാണ്. കാർഡ് സിസ്റ്റം തിരിച്ചു പോവാണ്.
ബസ്സിൽ കാർഡ് സിസ്റ്റമാണ് ഇത്. ആ കാർഡ് ഇതിൽ ഞാൻ വരുന്ന സമയത്ത് 10 രൂപയിൽ ആഡാക്കിയിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 3.50, അപ്പോൾ 3 റിയാലും 50 ഹലാലയാണ് ഇത് പിന്നെ പഞ്ചിമ കട്ടാന്നുള്ളത്. അങ്ങനെ ബസ് ഇവിടുന്ന് തിരിച്ച് പോവാണ് ഇൻഷാല്ലാ. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. നമ്മുടെ കൂട്ടുകാരൻ ഷാജാൻ ഭായ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുപ്പര് സമയമായിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി മുപ്പര് ഒന്നിച്ച് നമ്മുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ എന്താ അങ്ങനെ ബസ് നമ്മളെ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ വേണ്ടിയുള്ള ഡോർ തുറന്നോളൂ. ഷാജാൻ ഭായ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷാജാൻ്റെ അടുത്ത് പോയി നോക്കാം. അതപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷാജാൻ ഭായ്. ഡോറ് ക്രോസ് ചെയ്യാം. ഷാജാൻ ഭായ് ഇപ്പോൾ വേറെ പിക്കപ്പ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനത് ബസ് പോയിന്റ്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബത്തേരിക്കുള്ള ബസ്. അത് തിരിച്ചു ഇവിടത്തേക്ക് വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഷാജാൻ ഭായ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷാജാൻ ഭായ് ആകെ ടയർഡായിട്ടുള്ളതാണ്. നേരത്തെ ഒരു വണ്ടി കൊണ്ട് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വേറൊരു വണ്ടിയിൽ വന്ന് അപ്പോൾ ടയർഡായിരുന്നു. അസ്സലാമു അലൈക്കും. ടയർഡായല്ലേ? ഷാജാൻ ഭായ് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഷാജാൻ ഭായ് ഫുൾ ടയർഡാന്ന് തോന്നല്ലോ അല്ലേ? ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അതെയാ. അപ്പോൾ എന്താ ഉച്ചയായി ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ഞാൻ ചെയ്യുന്നില്ല, കൂടുതൽ നിങ്ങളെ പുറട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാം ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാവുക. ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.